ഇങ്ങനൊരു കണ്ടന്റ് എടുത്തതിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ എടുത്തതിൽ വളരെ നിരാശയുണ്ട്. കാരണം അത്രയും എന്താ പറയുന്നത്, നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മുംബൈ ഇന്ത്യൻസിന്റെ ടീമിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, രോഹിത്തിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയിട്ട് ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവന്നു. അത്രയും നല്ല ഒരു തീരുമാനമായിട്ട് ആർക്കും തന്നെ തോന്നിയിട്ടില്ല. പിന്നെ മാനേജ്മെന്റ് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്നറിയില്ല. എന്നിരുന്നാലും മുംബൈ ഇന്ത്യൻസിന് ഒരു ജീവൻ വെച്ചത് ശരിക്കും പറഞ്ഞ രോഹിത് വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആയതിനു ശേഷമാണ്. അവിടെ സച്ചിൻ ടെണ്ടുൽക്കറും അതുപോലെ തന്നെ റിക്കി പോണ്ടിങ്ങും ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ അവിടെ ക്യാപ്റ്റൻസി വഹിച്ചിട്ട് പോലും നമുക്ക് റിക്കി പോണ്ടിങ്ങിനെ നമുക്കറിയാം, ഓസ്ട്രേലിയൻ ടീമിനെ എന്താ പറയുക, ഇഷ്ടം പോലെ വേൾഡ് കപ്പുകൾ സ്വന്തമാക്കി കൊടുത്ത ഒരു ക്യാപ്റ്റനാണ് അല്ലേ. എക്കാലത്തെയും മികച്ചൊരു ക്യാപ്റ്റനായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ് റിക്കി പോണ്ടിങ്. അപ്പം അദ്ദേഹം പോലും ക്യാപ്റ്റനായിട്ടും ഒരു കപ്പ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത മുംബൈ ഇന്ത്യൻസിനെ രോഹിത് ശർമ്മ വന്നിട്ട് 8 വർഷം കൊണ്ട് 5 കപ്പുകളാണ് എടുപ്പിച്ചത്. ചെറിയ കാര്യമല്ല. നമുക്കറിയാം, മഹേന്ദ്ര സിംഗ് ധോണിയെ പോലുള്ളൊരു ഒരു ക്യാപ്റ്റൻ, അദ്ദേഹത്തിന്റെ കഴിവുകൾ നമുക്ക് അറിയാം അല്ലേ. അദ്ദേഹം പോലും 13 സീസണുകൾ കളിച്ചിട്ടാണ് ഒരു 5 കപ്പ് എന്നുള്ള ഒരു നേട്ടത്തിലോട്ട് എത്തിയത്. പക്ഷേ രോഹിത് ശർമ്മ എന്ന് പറഞ്ഞാൽ വെറും 5. അതുകൊണ്ട് ധോണി ഫാൻസ് ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട, അങ്ങനെ ഒരു ചെറുതാക്കി പറഞ്ഞതല്ല. ശരിക്കും പറഞ്ഞാൽ ധോണി 13 വർഷം കൊണ്ട് നേടിയ ആ ഒരു എന്താ പറയുക 5 കപ്പുകളുണ്ടല്ലോ, ധോണി അത് നേടിയത് കൊണ്ടാണ് രോഹിത് ശർമ്മയുടെ ആ ഒരു സംഭവം, അല്ലെങ്കിൽ രോഹിത് ശർമ്മ 8 വർഷം കൊണ്ട് നേടിയത് വലിയൊരു സംഭവമായിട്ട് കാണാൻ കഴിയുന്നത്. കാരണം അത് വേറൊരു ക്യാപ്റ്റൻ ആണെങ്കിൽ നമുക്ക് അത്രയും ഫീലാണ് ഇതൊക്കെ എന്നേ പറയത്തുള്ളൂ. പക്ഷെ ധോണിയെ പോലുള്ള ഒരാൾ അത്രയും മത്സരങ്ങളിൽ നിന്നുകൊണ്ടാണ് അത്രയും നേടിയത്. അപ്പം രോഹിത് എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല അല്ലേ. നമുക്കറിയാം, രോഹിത് എന്ന് പറഞ്ഞാൽ ധോണിയുടെ അത്രയും ക്യാപ്റ്റൻസിയിൽ കേമനാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ മറുപടികളില്ല അല്ലേ. പക്ഷെ ധോണിയുടെ ആ ഒരു ഇത് വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പം ആ ഒരു നിലയിൽ നോക്കുമ്പോൾ രോഹിത്തിന്റെ ഈ ഒരു നേട്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം അദ്ദേഹത്തെ മാറ്റിയിട്ട് ഇപ്പോൾ നമുക്കറിയാം, ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ പ്രാവശ്യം മുംബൈ ഇന്ത്യൻസിനെ എതിരെ പറഞ്ഞ ഒരാളാണ്. അപ്പം കുറച്ച് ദേഷ്യമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞവനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവൻ നീ എന്നുള്ളൊരു വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. എന്തായാലും അത് വലിയ ഒരു നിരാശപ്പെടുന്ന ഒരു തീരുമാനമായിട്ട് തന്നെ മുംബൈ ഇന്ത്യൻസ് ആരാധകർക്ക്, ഏകദേശം 1 മില്യൺ അടുത്ത ആൾക്കാർ, 10 ലക്ഷത്തിലധികം ആൾക്കാർ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. അപ്പം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് അറിയില്ല. ഇപ്പോൾ ഇതാ വളരെ വേറൊരു വേദനിപ്പിക്കുന്ന ഒരു കാര്യം മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗത്തു നിന്നും ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, സച്ചിൻ ടെണ്ടുൽക്കർ മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ മെന്റർ പദവി രാജിവെച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ചില ഇന്റർനാഷണൽ ചില ഓൺലൈൻ മീഡിയസാണ് ഈ വിവരം പുറത്തുവിട്ടത്. പക്ഷേ എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള ഇതിന്റെ വിവരങ്ങളൊന്നും ഇതിനായിട്ട് ലഭ്യമല്ല. അപ്പോൾ എന്തായാലും അടുത്ത് തന്നെ ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന്. മുംബൈ ഇന്ത്യൻസ് കുടുംബത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ ബഹുമതിയും പദവിയുമാണ്. ടീമുമായുള്ള എൻ്റെ സഹവാസത്തിന്റെ ഓരോ നിമിഷവും ഞാൻ ആസ്വദിച്ചു. അതെനിക്ക് ഒരു 2ാം വീട് പോലെയാണ്. എന്നിരുന്നാലും വ്യക്തിപരമായ ചില പ്രതിബദ്ധതകൾ കാരണം ഈ റോളിൽ നിന്ന് മാറാൻ ഞാൻ തീരുമാനിച്ചു. വർഷങ്ങളായി അവർ നൽകിയ പിന്തുണയ്ക്കും സഹകരണത്തിനും ഉടമകൾ, മാനേജ്മെന്റ്, പരിശീലകർ, കളിക്കാർ, സ്റ്റാഫ് എന്നിവരോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വരാനിരിക്കുന്ന സീസണിലും അതിനുശേഷമുള്ള മത്സരങ്ങളിലും അല്ലെങ്കിൽ സീസണുകളിലും ടീമിന് എല്ലാ ആശംസകളും നേരുന്നു, സച്ചിൻ പറഞ്ഞതായി ഇൻഫോമിയ പങ്കുവച്ച റിപ്പോർട്ടിൽ പറയുന്നു. അപ്പം ഇതാണ് സച്ചിൻ്റെ, നമുക്കറിയാം സച്ചിൻ, നമ്മൾ മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകർ എന്നൊക്കെ പറയുമ്പോൾ സച്ചിനെ കണ്ടുകൊണ്ടാണ് ആദ്യം മുംബൈ ഇന്ത്യൻസിലോട്ട് വന്നത്. അതിനുശേഷം സച്ചിൻ വിരമിച്ചതിന് ശേഷം അതേപോലെ ഒരാളെ കിട്ടുമോ എന്നുള്ളത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ്. പക്ഷെ അതേപോലെ നമുക്ക് എല്ലാവർക്കും സ്നേഹം തോന്നുന്ന രോഹിത് ശർമ്മ ആ ഒരു സ്ഥാനം ഏറ്റെടുത്തപ്പോൾ നമ്മളെല്ലാം വലിയ സന്തോഷത്തിൽ തന്നെ ആയിരുന്നു. അപ്പം ആ ഒരു ലെഗസി പിന്തുടർന്ന് പോകാൻ, അതായത് നമ്മൾ ഇഷ്ടത്തിൻ്റെ ലെഗസിയാണ്, അല്ലെങ്കിൽ കപ്പുകളുടെ ഒന്നും അല്ല കേട്ടോ. മുംബൈ ഇന്ത്യൻസിനെ നമ്മൾ ഇഷ്ടപ്പെടാനുണ്ടാകുന്ന ആ ഒരു ലെഗസി ഉണ്ടല്ലോ, ആ ഒരു ഇത് കൈമാറിയത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പോൾ ക്യാരക്ടർ വൈസ് നോക്കിയാലും എന്താ പറയാനും, ഇപ്പം കളികളുടെ ഇതെടുത്ത് നോക്കിയാലും, ഏതൊരു നിലവാരം എടുത്ത് നോക്കിയാലും അദ്ദേഹം ബെറ്റർ തന്നെയാണ്, വളരെ ബെറ്റർ തന്നെയാണ്. അപ്പം ഇത്രയും മുംബൈ ഇന്ത്യൻസിനെ കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത് ശർമ്മ തന്നെ ആണെന്ന് പറയും. അപ്പം സച്ചിൻ നമുക്കറിയാം 78 മത്സരങ്ങളിൽ നിന്നും 1 സെഞ്ചുറിയും അതുപോലെ 13 അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ 2334 റൺസാണ് അദ്ദേഹം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി നേടിയിട്ടുള്ളത്. 2011 ടീമിനെ ചാമ്പ്യൻസ് ലീഗിൽ T20
കിരീടത്തിലേക്കും നയിച്ചിട്ടുണ്ട് സച്ചിൻ. അപ്പം അത്രയും സച്ചിൻ എന്ന് പറയാൻ നമുക്കറിയാം, സച്ചിൻ്റെ മകൻ ഇപ്പം കളിക്കുന്ന അർജുൻ ടെണ്ടുൽക്കർ മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തെ ഇതുവരെയായിട്ട് വിട്ടുകൊടുത്തിട്ടില്ല മുംബൈ ഇന്ത്യൻസ്. കാരണം സച്ചിനോടുള്ള ഒരു സ്നേഹവും കാര്യവും എല്ലാം കൊണ്ട് തന്നെയാണെന്ന് നമുക്കറിയാം. പക്ഷേ അപ്പോൾ തന്നെയും ഇങ്ങനൊരു വിവരം, അപ്പോൾ അത് ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല. അപ്പം ഇങ്ങനൊരു വിവരം ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്നൊരു കാര്യം തന്നെയാണ്. എന്താണ് ഇനിയും നമുക്കിനിയും അടുത്ത ദിവസങ്ങളിലൊക്കെ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ടും അല്ലെങ്കിൽ റിവ്യൂസുമായിട്ടൊക്കെ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് എന്താ പറയുക, ക്രിക്കറ്റ് ലവേഴ്സ്, നമ്മൾ ക്രിക്കറ്റിനെ സ്നേഹിച്ചിട്ട് ആ ഒരു ഇതിൽ തന്നെ നിലനിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു ചാനൽ തുടങ്ങിയതുമല്ല. അപ്പം നിങ്ങളുടെ ക്രിക്കറ്റിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരുടെ സപ്പോർട്ടുകൾ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അത്രേ ഉള്ളൂ കേട്ടോ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം അതുപോലെ തന്നെ നമ്മൾ തുടക്കക്കാരാണ്, അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതും ക്ഷമിക്കുക, കൂടെ നിൽക്കുക. അപ്പം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.